അപ്പോൾ ഇത് സെയിം ഡേ ആണ്, ഞാൻ ജസ്റ്റ് ടോപ്പ് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. കാര്യം ഇത് സെപ്പറേറ്റ് വ്ളോഗായിട്ട് കൊടുക്കുമ്പോൾ ഡ്രസ്സ് മാറ്റിയില്ലെങ്കിൽ തംബ്നെയിലൊക്കെ പ്രശ്നമുണ്ടാവും, അതുകൊണ്ടാണ് ഡ്രസ്സ് മാറിയത്. അപ്പോൾ ഇനി എന്താ വേണ്ടത്? എനിക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ വേണമെങ്കിൽ ഉപ്പുമാവ് ഉണ്ടാക്കാം, ബ്രെഡ് ഓംലെറ്റ് ആകാം. പക്ഷേ അതൊക്കെ നിങ്ങൾ കണ്ടതല്ലേ. അപ്പോൾ നിങ്ങൾക്ക് കാണാത്തൊരു കാര്യം ഞാൻ ഉണ്ടാക്കിയത് എനിക്ക് കഴിക്കുകയും ചെയ്യാം, നിങ്ങൾക്ക് കാണുകയും ചെയ്യാം. അപ്പോൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഞാൻ ഈ ചെയ്യാൻ പോകുന്നത്. ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ എൻ്റെ ഫേവറേറ്റ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന്. എനിക്കിഷ്ടമാണ് ഇതുപോലെ, എന്നെപ്പോലെ തന്നെ എൻ്റെ മോൾക്ക് അതിനെക്കാട്ടിലും ഇഷ്ടമാണ്. പാർവതിയുടെയും ഏറ്റവും ഫേവറേറ്റ് ഐറ്റമാണിത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഫ്രഞ്ച് ടോസ്റ്റാണ്. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ ബോംബെ ടോസ്റ്റ് എന്ന് പറയും. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ബോംബെ ടോസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വിഭവം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ പൊതുവെ അറിയുന്നത് ബോംബെ ടോസ്റ്റാണ്, പക്ഷേ ശരിക്കും പറഞ്ഞാൽ അത് ഫ്രഞ്ച് ടോസ്റ്റാണ്. അപ്പോൾ അതാണെന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈസി, എളുപ്പം, കുട്ടികൾക്ക് ടിഫിനിൽ കൊടുത്തയക്കാം. പിന്നെന്താ, രാവിലെ ഒന്നും കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കാം, വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നാൽ കൊടുക്കാം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് സെർച്ച് ചെയ്ത് എൻ്റെ ഒരു ഫ്രണ്ട്, എറണാകുളത്തൊരു ഫ്രണ്ടുണ്ട് എനിക്ക്, ഷൈലയാണ് എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ പലയിടത്തുനിന്നും പർച്ചേസ് ചെയ്ത് തരാനുള്ള ആളെയൊക്കെ ഏർപ്പാട് ചെയ്ത് തന്നു. അപ്പോൾ സാൻഡ്വിച്ച് ബ്രെഡാണ് ഞാൻ പറഞ്ഞത്. ഇത് ശരിക്കും സാൻഡ്വിച്ചിന് പറ്റിയ ബ്രെഡാണ്. പക്ഷേ ഇതിന് പറ്റിയത് സത്യം പറഞ്ഞാൽ നമ്മൾ ബോംബെ ടോസ്റ്റോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫ്രഞ്ച് ടോസ്റ്റോ ഉണ്ടാക്കുന്ന കുറച്ചുകൂടെ തിക്ക്, ഇച്ചിരി കൂടെ കട്ടിയുള്ള ബ്രെഡായിരിക്കും കുറച്ചുകൂടെ നല്ല, ബേക്കറി ബ്രെഡ്. പക്ഷേ ഇതും കുഴപ്പമില്ല. ഇതിപ്പോൾ ഒരു 4 സ്ലൈസാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ക്യാമറാമാൻ ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇത് തന്നെ കഴിക്കേണ്ടി വരും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിതെല്ലാം ഉണ്ടാക്കുന്നത്, ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളും കൂടി ഞാൻ എടുത്ത് വയ്ക്കാം. അപ്പോൾ 4 സ്ലൈസ് ബ്രെഡ്, പിന്നെ 2 മുട്ട, 2 എഗ്സ് 2 എണ്ണം, പിന്നെ പാല് വേണം, പഞ്ചസാര വേണം, വെണ്ണ വേണം, പിന്നെ കുറച്ച് വാനില എസൻസ്. അപ്പോൾ 2 മുട്ട. അപ്പോൾ വലിയ മുട്ടയാണെങ്കിൽ 2 എണ്ണത്തിൻ്റെ ആ ഒരു മെഷർമെൻറ്റിലാണ് ഞാൻ എടുക്കുന്നത്. 2 എഗ്സ്, 1 2, അയ്യോ രണ്ടാമത്തത് പൊട്ടിപ്പോയി. എന്നിട്ട് ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടി ഒഴിക്കും. 1/4 കപ്പ്, 1/4 കപ്പ്. ഇനിയാണ് പഞ്ചസാര പലരും പല അളവിനാണ് ഇടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണൊക്കെയാണ് അത് ആവറേജ്. 1 ടേബിൾ സ്പൂൺ. സാധാരണയായിട്ട് ഇപ്പോൾ ഫോറിനേഴ്സൊക്കെ ആണെങ്കിൽ ഫ്രഞ്ച് ടോസ്റ്റൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് പഞ്ചസാരയേ ഇടുള്ളൂ. എന്നിട്ട് പിന്നെ കഴിക്കുന്ന സമയത്ത് മേപ്പിൾ സിറപ്പോ അല്ലെങ്കിൽ തേനോ എന്തെങ്കിലും ആയിരിക്കും അതിൻ്റെ കൂടെ ഒഴിച്ചിട്ടായിരിക്കും കഴിക്കുന്നത്. പക്ഷേ ഞാനിവിടെ തേനും മേപ്പിൾ സിറപ്പും ഒന്നുമല്ല, സാധാരണ വെറുതെ നമ്മൾ കഴിക്കുമല്ലേ, അതുകൊണ്ട് പഞ്ചസാരയുടെ അളവ് എനിക്ക് പൊതുവേ കൂടുതലാണ് ഇഷ്ടം. അത് കാരണം ഞാനൊരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടാൻ പോവാണ്. 1 ടേബിൾ സ്പൂൺ മതി സാധാരണ. 2 or 3, ഓക്കെ, 3 or 4 എത്ര വേണമെങ്കിലും ആവാം. ഇത് ഓരോരുത്തരുടെ മനോധർമ്മം അനുസരിച്ചിട്ടാണ്. ഇത് നല്ലതായിട്ട് അലിയുന്നവർ, അല്ലെങ്കിൽ പൊടിച്ച പഞ്ചസാര ചേർക്കുക. അപ്പോൾ അലിയാൻ അധികം താമസം ഉണ്ടാവില്ല. ഇവിടെ പൊടിച്ച പഞ്ചസാര തൽക്കാലമില്ല, ഞാനത് കാരണം ഗ്രാന്യൂൾസ്. പിന്നെ ട്രഡീഷണൽ ഫ്രഞ്ച് ടോസ്റ്റ് ആണെങ്കിൽ അതിനകത്ത് ചേർക്കുന്നത് കുറച്ച് പട്ട പൊടിച്ചൊക്കെ ചേർക്കും, സിനമൺ പൗഡർ. അതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാണോന്നില്ലല്ലോ. എനിക്ക് സിനമൺ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല. അത് കാരണം ഞാൻ വാനില എസൻസാണ് പ്രിഫർ ചെയ്യുന്നത്. ഒരല്പം ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ആയാലും. അപ്പോൾ പാലിൻ്റെ അളവ് വേണമെന്നുണ്ടെങ്കിൽ 1/4 എന്നുള്ളത് അര വരെ ആകാം. ഞാനിപ്പോൾ എന്തായാലും 1/4 മതി. അപ്പം എഗ് ടേസ്റ്റ് നന്നായിട്ട് കിട്ടും. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് മതിയാകും. അപ്പോൾ ഇത് പഞ്ചസാര നന്നായിട്ട് അലിയണം, അതുവരെ ഇങ്ങനെ മിക്സ് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പൊടിച്ച പഞ്ചസാര ചേർക്കാം. ഇതാണ് എളുപ്പം. എനിക്കിതിലും എളുപ്പമുള്ള, ഇനി ഇതിനെ ഞാൻ കുറച്ചുകൂടെ ബെറ്റർ ആക്കുന്ന ചില സമയത്ത് എനിക്കിത് കുറേ കൂടെ സ്വീറ്റാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചിലപ്പോൾ ചേർക്കാറുണ്ട്, 1-2 ടേബിൾ സ്പൂൺ. അത് ഭയങ്കര വേറൊരു ടേസ്റ്റാണ്. പക്ഷേ ഇതിപ്പോൾ ഞാൻ കുറച്ചൊരു ട്രഡീഷണൽ സ്റ്റൈലിൽ തന്നെ പോവുകയാണ്. ഇന്നത്തെ ഫ്രഞ്ച് ടോസ്റ്റ് അഥവാ ബോംബെ ടോസ്റ്റ്. 1/4 കപ്പ് പാലെന്നുള്ളത് 1/2 കപ്പ് വരെ ആകാം കേട്ടോ, ഒരു പ്രശ്നമില്ല. 1/4 to 1/2 കപ്പ്. അപ്പോൾ ദേ പാൽ, മുട്ട, പഞ്ചസാര, എസൻസ് മിശ്രിതം റെഡി. പിന്നെന്താ റെഡിയാക്കി വെക്കേണ്ടത്? ബ്രെഡ് ഓൾറെഡി റെഡിയാണ്. അടുപ്പ് കത്തിക്കിട്ട് നമ്മളുടെ തട്ടുകട ഓംലെറ്റ് ഉണ്ടാക്കിയ ദോശക്കല്ല്, നോൺ സ്റ്റിക്ക് തവ എടുത്ത് വെച്ചിരിക്കുക. അടുപ്പ് കത്തിക്കട്ടെ.
ഇനി ഇത് വേണ്ടത് ഞാനിപ്പോൾ ചെയ്യുന്നത് വെണ്ണയിലാണ്. വെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെണ്ണ കുറച്ച് നമ്മൾ വെണ്ണ ഇങ്ങനെ എണ്ണ തേക്കുന്നതിന് പകരം വെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. വെണ്ണ ഇങ്ങനെ ഇതിലേക്ക് വയ്ക്കും. അപ്പോൾ ഇത് ഉരുകി കഴിഞ്ഞിട്ട് നമ്മൾ പരന്നൊരു പാത്രത്തിലേക്ക് ഞാനിത് മാറ്റാൻ പോവാണ്. നമ്മളുടെ മുട്ട, പാൽ, പഞ്ചസാര മിശ്രിതം എന്നിങ്ങനെയാണ് വേണ്ടത്. 1 by 1 ബോംബെ ടോസ്റ്റ് അഥവാ ഫ്രഞ്ച് ടോസ്റ്റ് ബ്രെഡ് ഇതിലേക്ക് വയ്ക്കുമ്പോൾ നന്നായിട്ട് സൂക്കാം 2 സൈഡ്. എന്നിട്ട് സൂക്ഷിച്ച് അടുത്തതും പട്ട പൊടിച്ചതാണെങ്കിൽ വാനില എസൻസ് ചേർക്കുന്നതിൻ്റെ പകരം അത് ചേർക്കാം. പിന്നെ രണ്ടും കൂടി ചേർക്കുന്നവരും ഉണ്ട്. ബോത്ത് വാനില എസൻസ് ആൻഡ് സിനമൺ പൗഡർ. ഇതിപ്പോൾ നന്നായിട്ട് ഉള്ളിലേക്ക് ബ്രെഡല്ലേ പെട്ടെന്ന് സൂക്കാവും. ഇതെന്താ വാല് പോലെ മാറ്റും. ഇനി ഒരു സൈഡ് ഒന്ന് മൂക്കുമ്പോൾ തിരിച്ചിടും. അപ്പോൾ തിരിച്ചിടുന്ന സമയത്ത് ഇതുപോലെ തന്നെ നമ്മളിതിൻ്റെ മുകളിലായിട്ട് ഇച്ചിരി വെണ്ണ ഇങ്ങനെ തടവിയാൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഒരല്പം വെണ്ണ ഇങ്ങനെ മേളിൽ ഞാൻ തടവുകയാണ് തിരിച്ചിടുന്നതിന് മുന്നേ. കുറച്ചുകൂടി ടേസ്റ്റാണ്. കാര്യം ആ സൈഡിൽ ധാരാളമായിട്ട് വെണ്ണ ഉരുക്കിയിട്ടല്ലേ ഇട്ട്. അപ്പോൾ അവിടെ നല്ലൊരു പ്രസൻസ് ഉണ്ട്. ഇപ്പുറത്തെ ഇടുമ്പോൾ അത് കുറേ ഈ ബ്രെഡിൽ പിടിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് കുറയും. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ അതുപോലെ കൊടുക്കുക. ആയിട്ടുണ്ട്. വെച്ചിടാം. നല്ല മണം, വാനില എസൻസിൻ്റെ മണം നന്നായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ആ മുട്ടയുടെ മണത്തിനെ അത് ഓവർ പവർ ചെയ്യും. അപ്പോൾ ഒരു എഗ്ഗി സ്മെൽ ഉണ്ടാവില്ല. ഉണ്ടല്ലോ. അപ്പോൾ ഈ സൈഡിലെല്ലാം ശരിക്കും പറഞ്ഞാൽ ധാരാളമായിട്ട് വെണ്ണയുടെ പ്രസൻസ് ഉണ്ട്. പിന്നെ നമുക്ക് എക്സ്ട്രാ റിച്ച് ആക്കണം എന്നുണ്ടെങ്കിൽ പിന്നെയും തേക്കാമല്ലോ, എത്ര വേണമെങ്കിലും. അതൊക്കെ ഇഷ്ടത്തിന് കുഞ്ഞുങ്ങൾക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അങ്ങനെ ആ രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കാം. ഇനി ഒന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. റെസ്റ്റോറൻറ്റ് ചെയ്ത് നോക്കും, നല്ല പഫി ആയിട്ട് വരുന്ന പൊങ്ങി വരുന്നതാണ്. നല്ലതായിട്ട് പഫപ്പ് ചെയ്ത് വരും. ഓക്കെ, ഇങ്ങനെ വയ്ക്കാം. യെസ്, നല്ല ചൂടായി കിടക്കുകയാണ് തവ. തീ അല്പം ഒന്ന് കുറയ്ക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ബാക്കിയിരിക്കുന്ന 2 സ്ലൈസ് ബ്രെഡ്. അപ്പോൾ ഇത് കറക്റ്റാണ്. 4 സ്ലൈസ് ഇതുപോലത്തെ ബ്രെഡിന് ഇത് കറക്റ്റായിരിക്കും. കംപ്ലീറ്റ് തീർക്കണം. ഫുൾ നമ്മുടെ ബ്രെഡ് ഇങ്ങനെ വലിച്ചെടുക്കും. അപ്പോൾ ലാസ്റ്റ് 2 പീസും റെഡി. അപ്പോൾ ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് ചിലർക്ക് വളരെ സോഫ്റ്റായിട്ട്, അതായത് ഒരുപാട് മൂപ്പിക്കാതെ ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ വായിൽ അരിയുന്ന രീതിയിലുള്ള സോഫ്റ്റ്നെസ് വേണം. ചിലർക്കാണെങ്കിൽ കുറച്ചുകൂടി മൊരിച്ചെടുക്കുന്നതാണ് ഇഷ്ടം. 2 സൈഡ് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ എനിക്കേതായാലും ഒരുപാട് മൊരിയുന്നതല്ല ഇഷ്ടം, എനിക്ക് ഇച്ചിരി സോഫ്റ്റായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. എന്തായാലും ഇതിപ്പോൾ നല്ല അത്യാവശ്യം നല്ല മധുരത്തിലാണ് ഞാൻ ചെയ്തത്. 4 ടേബിൾ സ്പൂൺ, ഇപ്പോൾ 3 കാണിച്ചിട്ടുള്ളൂ നിങ്ങളുടെ അടുത്ത്. സത്യത്തിലൊരു 4 ടേബിൾ സ്പൂൺ വരെ ഞാൻ ഇടാറുണ്ട് പഞ്ചസാര ഈ ഒരു 4 സ്ലൈസ് ബ്രെഡിന്. അപ്പോൾ അളവനുസരിച്ച് സാധാരണ എല്ലാവരും 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു എന്താ പറയുക മാക്സിമം 2 ടേബിൾ സ്പൂൺ, അതിനപ്പുറം ഇടാറില്ല. കാര്യം ഇതിൻ്റെ മേളിൽ ഇങ്ങനെ മേപ്പിൾ സിറപ്പ് അഥവാ അല്ലെങ്കിൽ തേൻ ഇതേതെങ്കിലും ഇങ്ങനെ വെച്ച് ഡ്രിസ്സിൽ ചെയ്തിട്ട് കാണാൻ നല്ല ലുക്കായിരിക്കും. അപ്പോൾ ഇത് ഈ രീതിയിലാണ് കഴിക്കേണ്ടത്. അപ്പോൾ എനിക്കങ്ങനെ ഫോർമാലിറ്റി ഒന്നും വേണ്ടല്ലോ, എങ്ങനെ വേണമെങ്കിലും കഴിക്കാമല്ലോ. അപ്പം ഇതാണ് നമ്മളുടെ ഫൈനൽ പ്രോഡക്റ്റ്. ബോംബെ ടോസ്റ്റ് ശരിക്കും ഒരു അത്യാവശ്യം നല്ല ചൂടോടുകൂടി കഴിക്കേണ്ട കാര്യമാണ്. ഒരുപാട് തണുത്താൽ അതിൻ്റെ ടേസ്റ്റ് പോകും. സമാധാനമായിട്ടിരുന്ന് കഴിക്കാം, പക്ഷെ കുഴപ്പമില്ലല്ലോ. കാണിച്ചു തരാം. വെരി ടേസ്റ്റി. ഇതിന് വേറൊരു മെത്തേഡും കൂടിയുണ്ട്.
അതായത് നമ്മളിപ്പോൾ നേരെ സ്ട്രൈറ്റ് അവേ ഈ പാലും മുട്ടയും ചേർന്ന മിശ്രിതത്തിൽ മുക്കിയിട്ടിട്ടു. കുറച്ചുകൂടി സോഫ്റ്റായിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ സ്പൂൺ കൊണ്ട് പോലും കഴിക്കാൻ പറ്റുന്ന ഒരു പാകത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാ വെച്ചാൽ ഇപ്പോൾ ഒരു റൗണ്ട് പാത്രത്തിൽ ഞാനിങ്ങനെ മുട്ട ചെയ്തെടുത്ത് വെച്ചില്ല, അതുപോലെ പാലിലൊരല്പം പഞ്ചസാര മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒരു റൗണ്ട് ഡിഷിൽ പരന്ന പാത്രത്തിൽ വെക്കുക. അപ്പം ബ്രെഡിനെ ആദ്യം അതിൽ മുക്കുക, തിരിച്ചും മറിച്ചു, എന്നിട്ട് നേരെ എടുത്ത് മുട്ടയും പാലും പഞ്ചസാരയും ഇരിക്കുന്ന മിശ്രിതം അപ്പോൾ 2 പാത്രത്തിലായിട്ട് വയ്ക്കാം. റൗണ്ട് 2 പരന്ന പാത്രത്തിൽ, ഒന്നിൽ പാലും പഞ്ചസാരയും മാത്രം, രണ്ടാമത്തെ പാത്രത്തിൽ മുട്ടയും പാലും പഞ്ചസാരയും വാനില എസൻസ് അല്ലെങ്കിൽ സിനമൺ പൗഡർ. അപ്പോൾ ഈ പാലിലൊന്ന് മുക്കി 2 സൈഡും ഒന്ന് എടുത്തിട്ട് മറ്റതിൽ മുട്ടയുടെ മിശ്രിതത്തിൽ മുക്കി എടുത്തിട്ട് ഇതുപോലെ വെണ്ണ ചൂടാക്കി അതിൽ തിരിച്ചും മറിച്ചും ഇട്ട് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ആഹാ, അത് ഇതിലൊരു സ്വാദാണ്. എനിക്കതാണ് ഏറ്റവും ഇഷ്ടം. പക്ഷെ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ ഈ ഒരു സ്റ്റൈലാണ് ഇത് ജനറലി എല്ലാവരും ഫോളോ ചെയ്യുന്നത്. മാത്രമല്ല കുറച്ചുകൂടി ഈസിയാണ്. ചിലർക്ക് അത്രയും സോഫ്റ്റ് ആകുന്ന ഇഷ്ടം, അതിങ്ങനെ പൊടിഞ്ഞു പോകുന്ന പോലത്തെ അത്രയും സോഫ്റ്റ് ആകും. ചിലർക്ക് ഇതാണ് ഇഷ്ടം. ഇതാകുമ്പോൾ ആ ഒരു ഉറപ്പും കാണും, എന്നാൽ സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം, ചോയ്സ് ഈസ് യോഴ്സ്. ഓക്കെ, അപ്പോൾ ബാക്കി വിശേഷങ്ങൾ എന്തായാലും നമ്മളുടെ ഈ ദിവസം തീരുന്നില്ല. ലഞ്ച് ഉണ്ടാക്കട്ടെ. അപ്പോൾ ഞാനിനി അത് കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. കുറേ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ലഞ്ച് മേക്കിംഗ് ഉണ്ടാവും. അപ്പോൾ 1-2 ഐറ്റംസ് വീണ്ടും ഞാൻ ഉണ്ടാക്കും. അതെല്ലാം പല പല വ്ളോഗ്സ് ആയിട്ട് നിങ്ങൾക്ക് കാണാം. ഞാൻ പല പല ഡ്രസ്സ് ഇട്ടിട്ട് വരാം, ടോപ്സ്. അപ്പോൾ ഈ ഒരു ദിവസം മുഴുവൻ കുക്കിംഗ് ഡേ ആണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.